എന്നെ മാഡം പറഞ്ഞയച്ചതാ. കൃഷ്ണയോട് അത്യാവശ്യമായി അവിടേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു. അതെന്തിനാ? അതെനിക്കറിയില്ല. സിനി ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. പറയാഞ്ഞിട്ടാ. അതീ മുഖത്തുണ്ടല്ലോ. എന്തെങ്കിലും കാര്യത്തിന് നവീന്റെ വീട്ടിലേക്ക് എന്നെ അയക്കാനാണെങ്കിൽ ഞാൻ വരുന്നില്ലെന്ന് മാഡത്തിനോട് ചേച്ചി ചെന്ന് പറഞ്ഞേക്ക്. വന്നേ പറ്റൂന്ന് മാഡം എന്നോട് പറഞ്ഞു. നവീനും ഗാഥയൊക്കെ അവിടെയുണ്ട്. അവരെവിടെ ഉള്ളപ്പോ എന്നെന്തിനാ ഇങ്ങനെ വിളിക്കുന്നേ? ഇനി അവരുടെ ജീവിതം അവർക്ക് തുടങ്ങാലോ. എന്തായാലും കൃഷ്ണ ഒന്ന് വരൂ, നമുക്കിപ്പൊ തന്നെ പോവാം. സിത്താര മാം. ഹലോ മാം. ആസിനി കണ്ടോ അവളെ? ഓ മാം, കൃഷ്ണ എന്റെ കൂടെയുണ്ട്. ഫോൺ അവൾക്ക് കൊടുക്ക്. ആ ശരി. ഹലോ. കാര്യം സിനി പറഞ്ഞില്ലേ? പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കൂ. അത് മാഡം, എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും അത് ഇവിടെ വന്നിട്ടാവാം. സിനിയുടെ കൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ. നമുക്ക് പോവാം. അടിമകൾക്ക് പ്രത്യേകിച്ച് ശബ്ദമൊന്നും പാടില്ലല്ലോ അല്ലേ? എപ്പ കൽപ്പിച്ചാലും അങ്ങോട്ട് ചെന്നല്ലേ പറ്റൂ. സിനിച്ചേച്ചി റോഡിലുണ്ട്. ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അമ്മ കാണണ്ടല്ലോ. എല്ലാം അവസാനിപ്പിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ തിരിച്ചെല്ലാം പറയുന്നേ? അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടാവുമല്ലോ. എന്ത് കുഴപ്പം? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാവും. മോളെ ആഭരണങ്ങൾക്ക് ഊരി കൊടുത്തിട്ടല്ലേ പോകുന്നത്? അതെ. അപ്പോ അതല്ല, നവീനും ഗാഥയും സിത്താര മാഡത്തിന്റെ വീട്ടിലുണ്ട്. ഇതിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. സിനിച്ചേച്ചി വന്ന് സംസാരിച്ചതിന് പിറകെ സിത്താര മാഡം ഫോണിൽ സംസാരിച്ചു. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് അങ്ങോട്ട് എത്തണമെന്ന് മാത്രം പറഞ്ഞു. എന്തായാലും മോൾ അമ്മോടൊന്ന് പറഞ്ഞിട്ട് പോകാതിരുന്ന പ്രശ്ന. അവര് ചിലപ്പോ ഇങ്ങോട്ട് വരും. വന്നാ ചിലപ്പോ നമ്മൾ ഇതുവരെ പൂട്ടി വെച്ചതൊക്കെ തങ്കം അറിയും. അതോർത്ത് തന്നെയാ ഞാൻ പോവാന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇനിയൊരു വേഷം കിട്ടലിന് നിർബന്ധിച്ചാല് ഞാനത് ചെയ്യില്ല. എന്തിനു ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ കളരിക്കലിലേക്ക് നവീനൊപ്പം തിരിച്ചു പോകാനോ ആണ് സിത്താര മേഡം പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് നിഷേധിക്കും. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? അവര് പറഞ്ഞ കാര്യം കഴിഞ്ഞു, അത്രയൊക്കെ മതി. പറയുമ്പോ കുറച്ച് ലക്ഷങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അത് മറക്കുന്നൊന്നുമില്ല. പക്ഷേ കോടികൾ എണ്ണി കൊടുത്താലും ഇതുപോലൊരു കാര്യം ഒരാളും ചെയ്യില്ല. സ്വന്തം മരണത്തെയല്ലേ തലയിലേറ്റി വാങ്ങിച്ച്. സുനന്ദേ, ഒന്ന് വായടക്കുന്നുണ്ടോ നീ? കൃഷ്ണമോൾക്കൊന്നും സംഭവിക്കില്ല. കളരിക്ക തറവാട്ടിന്റെ ശാവേ അവരുടെ കാര്യ. അത് കൃഷ്ണമോൾക്ക് ഏൽക്കില്ല. ഗോപാലമ്മ, സുനന്ദേച്ചി എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കല്ലേ. സുനന്ദേച്ചിയെ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട. ഇതിപ്പോ ആർക്കാ അറിയാത്തത്? ഇപ്പോ സിനിച്ചേച്ചിയുടെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിങ്ങോട്ട് നടന്നു വന്നില്ലേ. ചെറിയൊരു മുള്ള് എന്റെ കാലിൽ കൊണ്ടു. സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചത് എന്നെ അന്വേഷിച്ച് ആ സർപ്പശാപം വന്നു എന്നാ. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ മോളെ? പേടിക്കണ്ട, പോകുന്നത് വരെ പോട്ടെ അല്ലേ? സുനന്ദേച്ചിയുടെ വായിന്ന് അറിയാതെ വീണു പോയതാ മോളെ, നീ പൊറുക്ക്. സത്യം പറഞ്ഞ ഈ ഒരു പോക്ക് പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. നേരം വെളുത്തപ്പോ മുതല് കൃഷ്ണ തിരിച്ചു പോകാത്തതിന്റെ കാര്യവും പറഞ്ഞ് തങ്കം വിഷമിച്ചിരിക്കുക. തൽക്കാലം ഒന്ന് കണ്ണുമൂടാൻ ഇതുകൊണ്ട് പറ്റുമല്ലോ. ശരിയാണ്. സുഖമില്ലാതിരിക്കുന്ന അമ്മയെ എത്ര കാലമായി ഞാൻ പറ്റിക്കുന്നു. ഇനിയും എനിക്കതിന് തന്നെയാ യോഗം. പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തണം. 41 ദിവസം ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവരുത്. വ്രതം അനുഷ്ഠിക്കുന്നത് കൃഷ്ണ ആയതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലമ്മേ. അക്കാര്യത്തിൽ എനിക്ക് ചെറിയ പേടിയുണ്ട്. സിത്താര ഇത്രയും കാലം വളരെ ഭംഗിയായി ഒരാൾമാറാട്ടം നമ്മുടെ മുന്നിൽ നടത്തി. അതുകൊണ്ട് തന്നെ സിത്താരയെ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. ഒരുപക്ഷെ കൃഷ്ണയ്ക്ക് പകരം ഗാഥയാണ് നവീനോടൊപ്പം സിത്താര ഇങ്ങോട്ട് അയക്കുന്നെങ്കിലോ? അങ്ങനെ ചെയ്യുമേ? സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. സർപ്പശാപത്തിന്റെ വിശദമായ കാര്യങ്ങളൊന്നും നമുക്കറിയുന്ന അത്രയും സിത്താരയ്ക്ക് അറിയില്ലല്ലോ.
സിത്താരയുടെ കണക്കിൽ താലികെട്ട് കഴിഞ്ഞാ എല്ലാം ശുഭമായെന്നാ കരുതുക. എന്തായാലും ഗാഥയെ നവീന്റെ ഭാര്യയാക്കുന്നതിന് വേണ്ടിയാണല്ലോ സിത്താര ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. നവീന്റെ കൂടെ തിരികെ എത്തുന്നത് കൃഷ്ണയാണോ ഗാഥയാണോ അതാദ്യം നോക്കിയേ പറ്റൂ. എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസം തോന്നുന്നുണ്ട്. കൂടെയുള്ളത് ഗാഥയല്ല മറ്റൊരാളാണെന്ന് നവീൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മാറ്റങ്ങൾ നവീനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗാഥയ്ക്ക് സംഭവിച്ച ആക്സിഡന്റിന് ശേഷം അവൾ അങ്ങനെ ആയി തീർന്നെന്ന് മറ്റുള്ളവരെ പോലെ അവനും വിശ്വസിക്കുകയാണ്. മാത്രമല്ല കൃഷ്ണയുടെ പെരുമാറ്റം വളരെ നല്ലതായതുകൊണ്ട് അതിനോടൊരു ആകർഷണം തോന്നുമല്ലോ. സിത്താരയുടെ തീരുമാനം എന്തോ ആട്ടെ, കൃഷ്ണ തിരിച്ചെത്തി 41 ദിവസത്തെ പൂജയും വ്രതവും അവസാനിച്ചാൽ എന്നേക്കും കൃഷ്ണ തന്നെയായിരിക്കും നവീന്റെ വധു, അല്ലേ മേ? എന്റെ മനസ്സിന്റെ നിശ്ചയം അങ്ങനെ തന്നെയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് സിത്താര മുന്നോട്ട് വരികയാണെങ്കിൽ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും. അമ്മേ, പേടിക്കണ്ട, 41 ദിവസങ്ങളുണ്ടല്ലോ. അതിനിടയിൽ ഒരിക്കലും പിരിയാനാവാത്ത വിധം കൃഷ്ണയും നവീനും അടുത്തിട്ടുണ്ടാവും. പിന്നെ നവീനോട് കാര്യങ്ങൾ പറയേണ്ടി വന്നാലും അത് എളുപ്പമാണ്. എന്തായാലും അവര് വരട്ടെ. കൂടുതൽ ലക്ഷണങ്ങൾ നോക്കാനൊന്നുമില്ല. ഗാഥയെ നമ്മൾ കണ്ടിട്ടുണ്ട്, കൃഷ്ണയെ അടുത്തറിഞ്ഞിട്ടുമുണ്ട്. കൂടെ വരുന്ന ആരാണെന്നറിയാൻ ഒരു നിമിഷം മതി.